അപ്പോൾ നമ്മളിന്നൊരു പുതിയ യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ മഹാരാഷ്ട്രയിലെ മുംബൈ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ സ്കൂളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം 3 മണിയായി. വൈകുന്നേരം 5:15 കൂടിയിട്ടാണ് ട്രെയിൻ. ഇപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത്. അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ വരും, അവനെ കൊണ്ടോട്ടിക്ക് ആക്കി വരും. അവിടുന്ന് ബസ് മാർഗം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്ന് ട്രെയിനിനാണ് പോകുന്നത്. ഇപ്പം ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭക്ഷണമാണ് കേട്ടോ. നല്ല ചപ്പാത്തിയും ചിക്കൻ കടായൊക്കെയാണ്. ട്രെയിനിന് രാത്രി കഴിക്കാനാണ്. നമ്മൾ കൊണ്ടോട്ടി എത്തി. റാസി മാസം യാത്ര അയക്കാൻ വന്നു കേട്ടോ. എന്താ റാസി സാറല്ലേ? അമീൻ അരിക്കോട് എത്തിന്. ഞങ്ങളിപ്പോ പുറപ്പെടും പെടുന്നത്. മുദീർ ജലീൽ മാഷ് അങ്ങോട്ട് കോഴിക്കോട് എത്തു. കോഴിക്കോടേക്ക് ബസ് ഇറങ്ങി. മീൻചന്ത ബസ് ഇറങ്ങി. ഇനി നമ്മളിവിടുന്ന് സിറ്റി ബസ് പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഇവിടെ എത്തി. ജലീൽ മാഷോ അമീൻ മാഷോ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ജലീൽ മാഷ് ജോയിൻ ചെയ്തു. അമീൻ ജോയിൻ ചെയ്തോ. ടാറ്റേ എന്താ. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി അതാ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കയറാൻ പോവുകയാണ് ഗായ്സ്. നമ്മള് ഇവിടെ സീറ്റിൽ സെറ്റിലായി കേട്ടോ. അമീൻ്റെ സീറ്റ് കുറച്ചപ്പുറത്താണ്. അപ്പം സീറ്റ് കണ്ടെത്താൻ പോവാം. അപ്പോൾ ഞങ്ങൾ പോയി വരാം. സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. തകർക്കോ കണ്ടുപറ്റില്ല. നമ്മുടെ യാത്ര കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ജലീൽ മാഷ് വർക്ക് ചെയ്ത സ്ഥലം മൗലല്ലേ മാഷെ? ഇവിടെയുള്ള ഒരു അനൗൺസ്മെന്റ് കേട്ടു മാഷ് ഓൺ ദ സ്പോട്ടിൽ. ആരെയാള്? ബഷീറോ? അബ്ബാസ്. കാസർഗോഡ് ഏറ്റവും ഫേമസ് അനൗൺസറാണ് അബ്ബാസിനെ ഒച്ച കേട്ടപ്പോൾ ജലീൽ മാഷ് ഞെട്ടി ഉണർന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ഓംപ്ലേറ്റ് ഉണ്ട്, ബീഫുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചപ്പാത്തി കറി കുറച്ച് ലീക്കായി മീൻസ് പിന്നെ സ്റ്റാപ്ലർ ചെയ്തതായിരുന്നു. അതിക്കൂടെ ലീക്കായി. അത് സ്റ്റാപ്ലർ ആയിക്ക് പോലെ കേട്ടോ. അപ്പോൾ ബീഫുണ്ട്, ചിക്കനുണ്ട്, ചപ്പാത്തിയുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, അമീനുണ്ട്, ജലീൽ മാഷുണ്ട്, അൻസർ മാഷുണ്ട്. നമ്മളെ കൂടെയുള്ള 2 പയ്യന്മാരാട്ടോ. നാം കേ ഭയ്യ? तुम आपका नाम? സിക്കന്ദർ. നമ്മളെ ബീഹാർക്കാരാണ്, ബീഹാർ സ്വദേശികളാണ്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ലിക്തി ലിക്തി. ഇത് ലിക്തി എന്ന് പറഞ്ഞാൽ എന്തോ വിഭവമാണ് കേട്ടോ. ഇത് കഴിച്ചു നോക്കാം. കഴിച്ചോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ചട്നി പോലത്തെ എന്തോ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കാൻ മതി. എണ്ണയിലൊന്നും പൊരിച്ചൊക്കെ ആയിട്ടാണ്. बिहार का फेमस है ना? बिहार फेमस आइटम ये इसका अंतर क्या है? ये वाला वो जो चना खाना चना पाउडर है, मिर्ची है, लहसुन है, मोळगे तुळशी मोळगे ना मोळगे तुळशी मोळगे. അപ്പോൾ നമ്മൾ നേരത്തെ ക്ഷീണം തീർക്കാൻ പോയി വേണ്ടിയിട്ട് വായ്മാർ നമുക്ക് മുന്തിരി തന്നു. നേരത്തെ ക്ഷീണാണ് സമ്മതിച്ചില്ലേ? മലപ്പുറം കൊണ്ടോട്ടി. താങ്ക് യു. അതിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് നല്ല സ്പെഷ്യൽ മുന്തിരി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ശരിക്കും പറഞ്ഞാൽ അത്ര അധികമായിട്ടില്ല. മുന്തിരി പിന്നെ എല്ലായിടത്തും ഒരേപോലെയാണല്ലോ. നമ്മൾ കഴിച്ചോക്കാം. മുന്തിരി ശരിക്കും അടിപൊളിയാണ്. നമ്മളെ ഭായിമാർ പറഞ്ഞു എന്നെ കണ്ടാൽ 18 വയസ്സേ തോന്നുള്ളൂ. മേരെ ദേഖ്നെ കെ ലിയെ കിतना ഏജ്? 18. ये झूठ बोलेगा.
18 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഭായിമാര് പറഞ്ഞ മാതിരി. ഇൽമാസ്, അപ്പോൾ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ സൊമാറ്റോന്ന് നമ്മൾ ചെറിയൊരു എന്തിനു പോപ്കോണോ ചിക്കൻ പോപ്കോൺ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഇതിവിടെ മംഗളൂരു ജംഗ്ഷനിൽ നമുക്ക് കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നോക്കിയാ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ സൊമാറ്റോ വഴി ഓർഡർ ചെയ്തതാണ് ചിക്കൻ പോപ്കോൺ. 235 രൂപയാണ് കേട്ടോ. ചെറിയ പീസായിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഭായിമാർക്ക് നമ്മൾ മുന്തിരിണ്ടൊക്കെ തന്നതല്ല, അപ്പോൾ നമ്മൾ ഭായിമാർക്ക് കൊടുത്തു. പക്ഷേ ഞാൻ ട്രൈ ചെയ്തു. തണുക്കുന്ന സാധനം എന്നാലും കുഴപ്പമില്ല. ചോദിച്ചോളാം. ചിക്കൻ 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 പോപ്കോൺ ചിക്കൻ ഉണ്ടോ? അപ്പോൾ നമ്മുടെ യാത്ര അടുത്ത ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ എത്തിയിട്ടുള്ളത് ഗോവ സംസ്ഥാനത്തെ തിരുവം എന്ന സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം പിന്നിട്ടു കേട്ടോ. മാഷന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ രാത്രി. ഓക്കെ, കാഴ്ചകൾ കാണാം. നമ്മൾ രത്നഗിരി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കുറേ നേരമായി ഇപ്പോൾ ട്രെയിൻ പിടിച്ചിട്ടിട്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഭായിമാർ കിട്ടിയിട്ടുണ്ട്. ജൽമാശ് ഇവിടെ ഉണ്ട്. ജൽമാശ് ഉസ്താദെന്ന് പറഞ്ഞപ്പം അത് തുപ്പിട്ട കാക്ക നീച്ചന വന്നിട്ട് കൈയെടുത്തേക്ക അല്ലേ മാഷേ? ഇപ്പോൾ രാത്രിയല്ല, ടണലിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ വെളിച്ചം കാണും. എന്താ തീരാതെ നല്ല ടണല. ഇത് ട്രെയിന് പിന്നെ ഇപ്പം ജനറൽ പോലെയാണ്, സ്ലീപ്പറും. കാരണം കണക്കമാണ് ആൾക്കാർ അടിച്ച് കയറുക. വരും എന്ന് വിചാരിച്ചു. കുറേ നേരമായി കാത്തിരിക്കുന്നു. ഇത് തീരുന്നില്ല ഗായ്സ്. ഇപ്പം നമ്മളെ മറ്റേ ടീം വന്നിനി. ഇപ്പം ആമി ഇപ്പൊ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളൂ, രത്നഗിരി എത്തിയിട്ടുള്ളൂ. 250 റുപ്യ ഓൽക്ക് കൊടുത്ത് തീർന്ന്. ജൽമാശ ഉറങ്ങിയാല് ജൽമാശ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഹീറോ എന്നാ പറഞ്ഞേ. അല്ല പിന്നീട് അതിൻ്റെ ഉള്ളിൽ കയറി. ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. സാധനങ്ങൾ വേറെ ഉണ്ട്. തുടക്കം അമ്മീനൊക്കെ വിശന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഇരുത്തങ്ങടെ അറിയില്ലേ. അപ്പോൾ നമ്മളെ പൈസ പിടിപ്പിക്കാൻ വരുന്ന ഹിജറകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് തൊപ്പി ധരിച്ചാൽ മതിയെന്നാണ് നമ്മളെ ബാക്കിയുള്ള പയ്യന്മാർ പറഞ്ഞത്. തൊപ്പി ധരിച്ചാൽ ഓല് വേറെ ഒന്നും ചോദിക്കുക പറയുകയൊന്നും ചെയ്യില്ലല്ലോ. ഈ ഐഡിയ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ജയമാസിനെ അറിയാം. ആള് വരുമ്പോൾ മാസിൽ ഉപ്പിടാ ഉരക്ക. അമീന പറയുന്നുണ്ട് പോയി വരുമ്പോഴത്തേ അമീനോ സർമാശം 4 തൊപ്പി വാങ്ങണോ, അല്ല അപ്പോൾ കഴിച്ചില്ലാവില്ലാന്ന്. അപ്പം അപ്പം 250 രൂപ തന്നെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല നമുക്ക് പറഞ്ഞു കേട്ടോ. അതിനെന്തോ ചെയ്തെന്നാ എനിക്ക് തോന്നുന്നു. അടുത്ത ആള് വരേണ്ട് തൊപ്പിട്ട്. അൻസാർ മാഷ തൊപ്പിണേ തൊപ്പി. തൊപ്പി ഐഡ ഫലിച്ചോ ഒന്നും പറയാതെ പോയി. ഇതിലാണ് നമുക്ക് ഐഡിയ പറഞ്ഞത്. സൂപ്പർ ഐഡിയ. നമ്മൾ പനവേൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇക്ക ചായ കുടിക്കാതെ വിടണില്ല. ഇത് ചായ കുടിച്ചപ്പോൾ മക്കൾ വാങ്ങിയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം പനവേലെത്തും. 4-5 മിനിറ്റ് കൊണ്ട് എത്തും.
അങ്ങനെ നമ്മൾ പനവേൽ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന വിജനമായിട്ടുള്ള ഭൂപ്രദേശമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പരചുംബികളായിട്ടുള്ള ആകാശം മുട്ടി നിൽക്കുന്ന ഒരുപാട് ഫ്ലാറ്റ് സമുച്ചയങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഒരു 4 കിലോമീറ്ററോട് കൂടി നമ്മൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്മൾ ഇവരോട് യാത്ര പറയാണ്. ഓക്കെ, ശുക്രിയ ശുക്രിയ, ദുആ കരോ. ഭയ്യ ശുക്രിയ. പനവേലിൽ ഇറങ്ങിട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലോക്കൽ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ CST ട്രെയിൻ പിടിക്കും, എന്നിട്ട് മസ്ജിദ് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങും. നമുക്ക് അതിന് ശേഷം ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ടിക്കറ്റ് കൗണ്ടർ സെൻറ്ററുകളുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരി നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റുകൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കാക്ക വയ്യ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഇത്തരത്തിൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് നടത്താം കേട്ടോ. 4 ആൾക്കുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടും. 80 രൂപയാണ് 4 ആൾക്കുള്ള ടിക്കറ്റിന്. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. സെക്കൻഡ് ഓർഡിനറി ജേണി, പിന്നെ പനവേൽ ടു മസ്ജിദ് 48 കിലോമീറ്റർ ആണുള്ളത്. 80 രൂപയാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ട്രെയിനിൽ കയറി കേട്ടോ. ഇതാണ് ലോക്കൽ ട്രെയിനിലെ അവസ്ഥ. പിന്നെ ഒരുപാട് ആളുണ്ട്, ഭയങ്കര തിരക്കാണ്. വാസിമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് നമുക്ക് പയ്യന്മാരാണ്. ഇവിടെ നമ്മളെ വേണ്ട സഹായങ്ങൾ ചെയ്ത് നമ്മൾക്ക് എവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ മനസ്സിലാക്കിയത് സഹായിച്ചത് വരാണ് കേട്ടോ. ഇവർ ഇവിടുത്തെ പിന്നെ ഈ നിൽക്കുന്ന രണ്ടാമത്തെ ആളെ മാരേജാണ്. ഇത് ഇവരുടെ ബ്രദറാണ്, അവർ ചെറിയ ബ്രദറാണിത്. അപ്പോൾ അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോവാണ്. ഇവിടെ ഭയ്യാനാ യൂട്യൂബർ. അവരെ ഏറ്റവും വലിയ ജ്യേഷ്ഠന് ഇവിടെ ബോംബെയിലെ തന്നെ അറിയപ്പെടുന്ന വലിയ യൂട്യൂബറാണ്. നാം സണ്ണി ഗുപ്ത എന്നാണ് ചാനലിൻ്റെ പേര്. സണ്ണി ഗുപ്ത. അപ്പോൾ ഇവർ നമുക്ക് ഇവിടെ കറങ്ങാനും ട്രാവൽ ചെയ്യാനുള്ള കുറേ പിന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മളിവിടെ കളി കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം അത് ഭയങ്കര റേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പിന്നെ ഇവിടെ എന്തോ ഫാഷൻ സ്ട്രീറ്റ് ഫാഷൻ സ്ട്രീറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഹിന്ദി എത്രത്തോളം സംസാരിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നമുക്ക് ബാർഗെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തന്നു. ഓക്കെ, താങ്ക് യു. നാം അക്ഷത് സുമിത്. ഓക്കെ, താങ്ക് യു. മുംബൈ ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, ഒരു വൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഭ്രാന്തമായി കിടക്കുന്ന കുറേ പ്രദേശങ്ങൾ. ഇപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് ഇനി ഒരു 10-15 മിനിറ്റും കൂടി ഉണ്ട്. പക്ഷേ ഇപ്പം ട്രെയിനൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കാലിയായി കേട്ടോ. ഇതാണ് ലോക്കൽ ട്രെയിൻ. വഡല റോഡ് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് വഡല റോഡ് സ്റ്റേഷൻ. ജയിൽമാസ് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലോക്കൽ ടിക്കറ്റ് എടുത്ത് മസ്ജിദ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ജനനിബിഡമായ മുംബൈ നഗരമാണ് നമ്മൾ കാണുന്നത്. എന്താ ആൾക്കാർ, കൊണ്ടോട്ടേഴ്സൊക്കെ പോയാൽ മതി. ഫുള്ള് കച്ചവടവും ഭയങ്കര റഷായിട്ടുള്ള പിന്നെ ഒരു തെരുവാണ് കേട്ടോ. എല്ലാ തെരുവും ഇതുപോലെയാണോ എന്നറിയില്ല. നിറയെ യാത്രക്കാരും കുണ്ടുവണ്ടികൾ കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചരക്കുകൾ നീക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികൾ ധാരാളം കാണുന്നുണ്ട്. അതൊക്കെ മെയിൻ വാഹനങ്ങൾ പോകുന്ന റോഡിൽ കൂടിയാണ് പോകുന്നത്, നടുവ് കൂടെ തന്നെ പോകുന്നത്. ചുറ്റും എങ്ങോട്ട് നോക്കിയാലും ചെറിയൊരു തണുപ്പുണ്ട് കാറ്റ്. പിന്നെ ഫുള്ള് കച്ചവടങ്ങളാട്ടോ. സൈഡിലൊക്കെ ഫുള്ള് നല്ല കച്ചവടങ്ങളും അടിപൊളി പരിപാടികളൊക്കെയാണ്. നമ്മളിപ്പോൾ ആ മെയിൻ റോഡിൽ നിന്നും ഒരു ഗല്ലി പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടോ. ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന ലോഡ്ജ് പോലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ അയൺ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആൾക്കാർ സ്ഥിരിടുന്ന നമ്മൾ ഇവിടെ ഒരു സ്ഥലം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ കുട്ടി ബോൾ ചെയ്യുന്നുണ്ട്. വൃത്തിയില്ലാത്തൊരു സ്ഥലം. ബോൾ പോയി. എർഷിബീഡിൻ്റെ ഒരു ഏരിയ കേട്ടോ. എർഷിബീഡിൻ്റെ മാർക്കറ്റ് പോലെയാണ്. ഫുള്ള് തിരക്ക് തന്നെയാണ്. ആകെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷം മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ നോക്കിയാലും.
വീണ്ടും ഇവിടെ ഇത്തരത്തിലുള്ള മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബോംബെ കേരള മുസ്ലിം ജമാഅത്ത്. ഇങ്ങനെ നമ്മളിവിടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഇതിൽ റൂം എടുത്തിട്ടോ. ലീഗിൻ്റെ കൂടെ ഇല്ലേ, ലീഗിൻ്റെ കൂടെയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റൂം AC റൂമില്ല, AC റൂമും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോണിപ്പടികൾ കയറിയിട്ട് വേണം നമുക്ക് റൂമിലേക്ക് എത്താൻ. ഇങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് റൂം. ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്.